ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലെക്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സയൻസ് പ്രിൻറ്റഡ് വേർഷൻ ഓഫ് ആൽബർട്ട് ഐൻസ്റ്റീൻസ് 1930 ബേർലിൻ സ്പീച്ച് എന്ന ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു സ്പീച്ചാണ്, അതിൻ്റെ പ്രിൻറ്റഡ് വേർഷനാണ്, അതിനെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫോമാറ്റിലുള്ള സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക തിയറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അതേപോലെ തന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് അദ്ദേഹം മെയിനായിട്ടും ചെയ്തിട്ട് നമുക്ക് അത്രയും ഫേമസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു തിയറി ആയിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ അതാണ്. അതേപോലെ തന്നെ നമ്മൾ E=mc² എന്നുള്ള എന്താ പറയുക ഫോമിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതൊക്കെയും അതിൻ്റെയൊക്കെയും പുറകിലുള്ള ആ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം എന്നൊക്കെ നമുക്ക് അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഒത്തിരി നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈൻ ഓഫ് ദ ടെക്സ്റ്റ് നോക്കാം. നമുക്ക് ഒറിജിനൽ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് ഈ ഒരു സെക്ഷന് പറയുന്ന. നെക്സ്റ്റ് പേജ് ആണ് ഒറിജിനൽ ടെക്സ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പോർഷനാണ്, ഒത്തിരി വലിയ വലുപ്പമുള്ള ഒരു ചാപ്റ്റർ ഒന്നും അല്ല കേട്ടോ. Einstein's 1930 speech delivered in Berlin at the opening of the 7th German radio exhibition, marked with the poise and terse, is a profound reflection on the relationship between science and humanity. അപ്പോൾ ഇത് ആക്ച്വലി 7th ജർമ്മൻ റേഡിയോ എക്സിബിഷൻ്റെ ടൈമിൽ അദ്ദേഹം 1930 പ്രസൻറ്റ് ചെയ്തിട്ടുള്ള സ്പീച്ചിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻറ്റഡ് വേർഷനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റിയും സയൻസും തമ്മിലുള്ള ഒരു റിലേഷൻ, മാനവികതയും അല്ലെങ്കിൽ മനുഷ്യന്മാരും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയും അതേപോലെ തന്നെ സയൻസും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സെലിബ്രേറ്റിംഗ് ദ മാർവൽസ് ഓഫ് ടെക്നോളജി, ഐൻസ്റ്റീൻ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് ഇൻക്വയറി ഇൻ ഷേപ്പിംഗ് ദ വേൾഡ്. അപ്പോൾ അദ്ദേഹം ഈ ടെക്നോളജിയുടെയൊക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സയൻറ്റിഫിക് ഇൻക്വയറി എന്താ? നമ്മൾ സയൻസ് ആൻഡ് ഡോഗ്മ പഠിച്ച സമയത്ത് കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എപ്പോഴും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നു, എഗെയിൻ വീണ്ടും അതിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നു, വീണ്ടും മറ്റൊരു റിസൾട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ അതിനാണ് നമ്മൾ ഇൻക്വയറി എന്ന് പറയുന്നത്. വീണ്ടും നമുക്കിങ്ങനെ കണ്ടുപിടിക്കാനുള്ള, എൻക്വയറി ചെയ്തു പോകാനുള്ള നമ്മുടെ ആ ഒരു തോന്നലിനെ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിനെ, ആ ഒരു ഇൻറ്റൻഷനെയൊക്കെയാണ് സയൻറ്റിഫിക് ഇൻക്വയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടും ഈ ലോകത്തിനെ തന്നെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അക്നോളജിങ് ദ ഇൻസ്പയറിംഗ് ഡിസ്കവറി ഓഫ് റേഡിയോ ടു കണക്ട് പീപ്പിൾ അക്രോസ് ദ വേൾഡ്, ഹി ട്രേസ്ഡ് ദ ഒറിജിൻസ് ഓഫ് ദീസ് ടെക്നോളജിക്കൽ വണ്ടേഴ്സ് ടു ദ ഡിവൈൻ ക്യൂരിയോസിറ്റി ആൻഡ് പ്ലേ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ഇൻവെൻറ്റേഴ്സ് ടു എക്സ്പ്ലോർ ദ വേൾഡ്. അപ്പോൾ ഇവിടെ പറയുന്ന 2 വേർഡ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഡിവൈൻ ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ പ്ലേ ഇൻസ്റ്റിങ്ക്റ്റും. അപ്പോൾ ഡിവൈൻ ക്യൂരിയോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊരു കാര്യം, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സയൻസ് എന്നുള്ളൊരു സ്ട്രീമിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്യൂരിയസ് ആണ്. ഇതെന്താ അങ്ങനെയായേ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് ആ രീതിക്ക് പോയി, അത്തരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ അറിയാനുള്ള നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു തോന്നൽ, നമുക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണ്, ആ ഒരു ത്വര വരുമല്ലോ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഡിവൈൻ ക്യൂരിയോസിറ്റിയും പ്ലേ ഇൻസ്റ്റിങ്ക്റ്റും ഒക്കെ ചേർന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് റേഡിയോ കണ്ടുപിടിച്ച ഒരു കാര്യം. അപ്പോൾ അതൊക്കെയും വെച്ചിട്ടാണ് അദ്ദേഹം ഇതൊരു സ്പീച്ച് ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ റേഡിയോയുടെ ഇൻവെൻഷനെ കുറിച്ചും അതിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്കെച്ചിങ് ദ ഗ്ലോറിയസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഓഴ്സ്റ്റഡ്, റെയ്സ്, ബെൽ, മാക്സ്വെൽ ആൻഡ് ഹെർട്സ് for laying the foundation for modern communication technology, Einstein exhorted individuals to embrace science prudently for the well-being of humans. അപ്പോൾ അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, പല കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, മേജറായിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓസ്റ്റർ, റെയ്സ്, ബെൽ, മാക്സ്വെൽ, ഹെർട്സ് അവരുടെയൊക്കെയും സംഭാവനകൾ ഈ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലേക്ക്, മാധ്യമങ്ങളിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പല മാധ്യമങ്ങൾ കൊണ്ടുവന്ന് തന്ന ആ ഒരു മേഖലകളിലേക്കൊക്കെയുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എത്രത്തോളം നല്ല ഒരു എൻകറേജ് ആയിട്ട്, ഓരോ വ്യക്തിക്കും ഒരു എൻകറേജ് ആയിട്ട്, അതെന്താ വളരെ നല്ല രീതിക്ക് നമ്മുടെ വെൽബീങ്സ് ഓഫ് ഹ്യൂമൻസിൻ്റെ ആ ഒരു ക്ഷേമത്തിനും അല്ലെങ്കിൽ നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹി ഹെയിൽഡ് എഞ്ചിനീയേഴ്സ് ഫോർ ദിയർ കോൺട്രിബ്യൂഷൻസ് ടു ഡെമോക്രസി ബൈ ഫെസിലിറ്റേറ്റിംഗ് ഡെയിലി വർക്ക് വിത്ത് ഈസ് ആൻഡ് കൺസിഡർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആസ് എ ഫ്രൂട്ട് ഓഫ് സെഞ്ചുറീസ് of scientific exploration driven by the ingenuity of countless individuals. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഈ സയൻറ്റിസ്റ്റുകൾക്കൊക്കെയും പുറമെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് എഞ്ചിനീയേഴ്സ്. അതായത് സയൻറ്റിസ്റ്റുകൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, പക്ഷേ അതിനെ സാധാരണക്കാരിലേക്ക് ഒരുപാട് എമൗണ്ട് ഓഫ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റേഡിയോ തന്നെ ആയിക്കോട്ടെ, ഒരു റേഡിയോ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു, അത് വലിയൊരു കാര്യം തന്നെയാണ്. അതേ സാധനത്തിൻ്റെ തന്നെ ഒരുപാട് എണ്ണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് സാധാരണക്കാരായ ആളുകളിലേക്ക് അത് എത്തിച്ച് അവർക്കും അത് യൂസ്ഫുൾ ആക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അത്തരത്തിൽ
ഇത്തരത്തിൽ എഞ്ചിനീയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒട്ടും മോശമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് കാണാൻ പറ്റില്ല. ഹി കോൾഡ് ഫോർ എ പെർഫെക്റ്റ് ഹാർനസിംഗ് ഓഫ് ദി പവർ ഓഫ് സയൻസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് മാൻകൈൻഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നമ്മുടെ മാൻകൈൻഡിന്റെ മനുഷ്യന്മാരുടെ ഒക്കെയും ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സയൻസിന്റെ പവർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഐൻസ്റ്റീൻ സ്പീച്ച് ഇസ് എ പവർഫുൾ റിമൈൻഡർ ഓഫ് ദി നെക്സസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് സൊസൈറ്റി, highlighting the generative power of scientific inquiry and the importance of fostering culture of critical thinking and ethical responsibility. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കൾച്ചർ എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. എന്തൊരു കാര്യത്തിനെയും ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള എത്തിക്കലി നമ്മുടെ ഉള്ളിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും അതേപോലെ തന്നെ മനുഷ്യനും സയൻസും തമ്മിലുള്ള ഒരു കണക്ഷനും ഒക്കെ അദ്ദേഹം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയണം. ഇനി നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിലോട്ട് പോവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഹു ആർ പ്രസന്റ് ആൻഡ് ഹു ആർ നോട്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എല്ലാവരെയും കൂടിയിട്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. വെൻ യു ഹിയർ ദ റേഡിയോ തിങ്ക് ഓൾസോ അബൌട്ട് ദ ഫാക്ട് ഹൗ പീപ്പിൾ ഹാവ് കം ടു പോസസ് സച്ച് എ വണ്ടർഫുൾ ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ജസ്റ്റ് റേഡിയോ എന്നൊരു ടേം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ റേഡിയോ എന്ന് പറയുന്ന ഡിവൈസ് കാണുന്ന സമയത്ത് നമ്മൾ എന്തുകൂടെ ചിന്തിക്കണം, റേഡിയോ നമുക്ക് പാട്ട് കേൾക്കാം, ന്യൂസ് കേൾക്കാം, അങ്ങനെയല്ല. മറിച്ച് ആ ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു വസ്തു നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണ്, അതിനെ ഇത്തരത്തിലൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ഏതൊക്കെ പ്രോസസ്സിൽ കൂടെയാണ്, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയും നമ്മൾ തിങ്ക് ചെയ്യണം. ദ ഒറിജിൻ ഓഫ് ഓൾ ടെക്നിക്കൽ അച്ചീവ്മെന്റ്സ് ഇസ് ദ ഡിവൈൻ ക്യൂരിയോസിറ്റി ആൻഡ് ദ പ്ലെയിൻ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് ദി വർക്കിംഗ് ആൻഡ് തിങ്കിങ് റിസർച്ചർ as well as the constructive fantasy of the technical inventor. അപ്പോൾ ആ ഒരു ടേം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ, ഡിവൈൻ ക്യൂരിയോസിറ്റി ആൻഡ് ദ പ്ലെയിൻ ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ടെക്നിക്കൽ അച്ചീവ്മെന്റ്സിലേക്ക് ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റിയും അവരുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു റിസർച്ചർക്കും തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു കൺസ്ട്രക്റ്റീവ് ഫാൻറ്റസി യൂസ് ചെയ്തുകൊണ്ട് ഒരു ടെക്നിക്കൽ ഇൻവെൻറ്ററായിട്ട് മാറാനൊക്കെ വേണ്ടിയിട്ട് നമുക്കതൊരു പ്രേരണ തരും. തിങ്ക് ഓഫ് ഓയസ്റ്റൺ ഹു ആസ് ദ ഫസ്റ്റ് പേഴ്സൺ നോട്ടീസ്. ഇത് കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരും അവർ ചെയ്തിട്ടുള്ള ഇൻവെൻഷൻസും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് എന്ത്, ഇതാണ് അതിന് മെയിനായിട്ട് വരുന്ന കാര്യം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആളുടെ പേരെഴുതുക, ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം എന്താണോ അതും ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ജസ്റ്റ് ആ ഒരു 3-4 പേരുടെ ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. തിങ്ക് ഓഫ് ഓയിസ്റ്റർ. അപ്പോൾ നമ്മൾ ഓയിസ്റ്റർ എന്ന് എഴുതുക. ഹു ആസ് ദ ഫസ്റ്റ് പേഴ്സൺ നോട്ടീസ് ദ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറൻസ്. ഇലക്ട്രിക് കറൻസിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ ഫസ്റ്റ് നോട്ടീസ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ഓയിസ്റ്റർ. ഇനി അടുത്ത നെക്സ്റ്റ് രണ്ടാമത് പറയുന്ന പോയിന്റാണ് റേസിനെ കുറിച്ചാണ് രണ്ടാമത് പറയുന്നത്. ഹു ആസ് ദ ഫസ്റ്റ് വൺ മെയ്ഡ് യൂസ് ഓഫ് ദിസ് എഫക്ട് ടു ജനറേറ്റ് സൗണ്ട് ബൈ യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റിസം. സൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ കണ്ടുവയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു റേസ്. അടുത്തത് മൂന്നാമത് പറയുന്നത് ബെല്ലിനെ കുറിച്ചാണ്. ഓഫ് ബെൽ ഹു ആസ് ദ ഫസ്റ്റ് പേഴ്സൺ കൺവേർട്ടഡ് സൗണ്ട് വേവ്സ് ഇൻ ടു വേരിയബിൾ ഇലക്ട്രിക് കറൻസ്. സൗണ്ട് വേവ്സിനെ പല വേരിയബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് കറൻസ് ആയിരിക്കും അല്ലെങ്കിൽ അതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ബെൽ. വിത്ത് ഹിസ് മൈക്രോഫോൺ ബൈ using sensitive contacts. Think also of Maxwell who showed us the existence of electric waves by using a mathematical way. അപ്പോൾ അടുത്ത് പറഞ്ഞ മാക്സ്വെല്ലിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക് വേവ്സിൻ്റെ എക്സിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്തിൽ കൂടെ, ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ വേ യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക് വേവ്സിൻ്റെ എക്സിസ്റ്റൻസ് കണ്ടുപിടിച്ച ആളായിരുന്നു ആര്, നമ്മുടെ മാക്സ്വെൽ. അടുത്തത് ഹെർട്സ് ആണ്. ഹു ആസ് ദ ഫസ്റ്റ് പേഴ്സൺ ജനറേറ്റഡ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പാർക്ക് ആൻഡ് ദസ് പ്രൂവ്ഡ് ദം. അപ്പോൾ ഇതേ സെയിം സാധനത്തെ തന്നെ ഹെർട്സ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ജനറേറ്റഡ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പാർക്ക് ആൻഡ് ദസ് പ്രൂവ്ഡ് ദം. ഒരു സ്പാർക്കിൻ്റെ ഹെൽപ്പ് നമുക്ക് സ്പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സ്പാർക്ക്. അപ്പോൾ സ്പാർക്കിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഈ സെയിം സാധനത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ഹെർട്സ്. Think especially of Leibniz, who invented an unprecedented measuring instrument for electric pulses. ഇലക്ട്രിക് പൾസസിന് വേണ്ടിയിട്ട് പുതിയൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണം തന്നെ കൊണ്ടുവന്ന ആളാണ് ലീബൻസ്. അതിൻ്റെ പേരാണ് ദി ഇലക്ട്രിക് വാൽവ് ട്യൂബ്. ഇത്രയും കാര്യങ്ങൾ കാണാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് ഓൾസോ ആൻ ഐഡിയൽ ആൻഡ് സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ടു ജനറേറ്റ് ഇലക്ട്രിക് വേവ്സ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
Think gratefully of the big number of unknown engineers who simplified the instruments of communication via radio and adapted them to mass production and in such a fashion that they have become ready to be used to everybody nowadays. അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എഞ്ചിനീയേഴ്സിൻ്റെ പങ്കാണ്. അതായത് ഇത്തരത്തിൽ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളെയും ഒരുപാട് എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് സാധാരണക്കാരായ ആളുകളിലേക്കൊക്കെ എത്തിച്ചിട്ട് ഇങ്ങനെ ഒരു വസ്തു ഉണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം എന്ന് അവരിലെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അറിയിച്ചു കൊടുത്ത ആളുകൾ ആരാണ്? എഞ്ചിനീയേഴ്സ് ആണ്. ആൻഡ് എവരിബഡി ഷുഡ് ബി ashamed who uses the wonders of science and engineering without thinking and having mentally realized not more of it than a cow realizes of the botany of the plants which it eats with pleasure. അപ്പോൾ അദ്ദേഹം പറയാണ്, അതായത് നമ്മൾ ഒരു 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 എന്താ പറയുക, ഒരു ഡിവൈസ്, ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതെങ്ങനെ വന്നു എന്നോ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ ഒരു അറിവും ഇല്ലാത്തവരായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി പോകുന്ന പറയണം. ജസ്റ്റ് ഇപ്പോൾ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഒരു കൗ ആയിട്ടാണ്. ഒരു പശു കുറേ പുല്ല് കഴിക്കണു, പച്ചച്ചെടികൾ കഴിക്കണു, അതിനൊരിക്കലും എന്തറിയില്ല, അതിൻ്റെ അനാട്ടമി എന്താണെന്നോ അതിൻ്റെ ബയോളജി എന്താണെന്നോ കാര്യങ്ങളൊന്നും നമുക്ക് അതൊരു കൗവിന് അറിയില്ല. അപ്പോൾ എപ്രകാരമാണ് ഒരു കൗ അത്തരത്തിൽ യാതൊരു അറിവും ഇല്ലാതെ പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയാണ് നമ്മൾ മനുഷ്യരും ഒരറിവും ഇല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. തിങ്ക് ഓൾസോ അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് എഞ്ചിനീയേഴ്സ് ഹു മേക്ക് ട്രൂ ഡെമോക്രസി പോസിബിൾ. അപ്പോൾ ഇത്തരത്തിൽ ട്രൂ ഡെമോക്രസി, യഥാർത്ഥ ജനാധിപത്യത്തിനെ സാധ്യമാക്കി തരുന്നത് എഞ്ചിനീയേഴ്സാണ്. അതായത് നമ്മൾ ഇത്രയും നമ്മൾ പൊട്ടക്കിണറിലെ താളാന്ന് നിങ്ങൾക്ക് പറയില്ലേ, ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നും അറിയാതിരുന്ന നമ്മളിലേക്ക് ഒരുപാട് മാസ് മീഡിയകൾ കൊണ്ടുവന്ന് തന്ന് നമ്മളെ അതിന് ചുറ്റുപാട് നടക്കുന്ന ജനാധിപത്യം എന്താണ്, നമ്മുടെ അവകാശം എന്താണ്, എന്തൊക്കെ നമ്മൾ നേടിയെടുക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ, നമുക്ക് അറിവുണ്ടാക്കി തരാൻ സഹായിച്ചത് ഈ എഞ്ചിനീയേഴ്സ് ആണ്. ദേ ഫെസിലിറ്റേറ്റ് നോട്ട് ഓൺലി ദ ഡെയിലി വർക്ക് ഓഫ് ദ പീപ്പിൾ ബട്ട് ഓൾസോ മേക്ക് ദ വർക്ക്സ് ഓഫ് ദ ഫൈനസ്റ്റ് തിങ്കേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് അക്സസിബിൾ ടു ദ പബ്ലിക്. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ഡെയിലി വർക്കിനെ ഒന്നും കൂടെ ഈസി ആക്കുക അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമല്ല, മറിച്ച് ഏതൊക്കെയോ വളരെ നന്നായിട്ട് തിങ്ക് ചെയ്യാൻ അറിയുന്ന തിങ്കേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ഒക്കെയും വർക്കുകളെ സാധാരണ ജനങ്ങൾക്ക്, പബ്ലിക്കിന് ആക്സസിബിൾ ആക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? എഞ്ചിനീയേഴ്സ് ആണ്. The pleasure of these works had recently still been a privilege of the preferred classes. Thus the engineers wake the people from their sleepy blindness. അപ്പോൾ അത്രയും കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക നല്ല ടെക്നോളജി യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രിഫേർഡ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സുകൾ മാത്രം അവരുടെ കുത്തകാവകാശമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നതാണ്. അത് അത്തരത്തിൽ ഇങ്ങനെ ഉറങ്ങിക്കിടന്നിരുന്ന നമ്മുടെ ആ ഒരു വിഡ്ഢിത്തരത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾക്ക് കൊണ്ടുവന്നിട്ട് ഒരുപാട് വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ സഹായിച്ചത് അവരാണ്. The radio has to fulfill a special and unique function for international reconciliation. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? റേഡിയോയ്ക്ക് വളരെ യുണീക്കായ ഒരു ഫംഗ്ഷൻ തന്നെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ് ടു നോ പീപ്പിൾ ഗോട്ട് ടു നോ ഈച്ച് അതർ ഓൾമോസ്റ്റ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡിസ്റ്റോർട്ടിംഗ് മിറർ ഓഫ് ദെയർ ഓൺ ഡെയിലി പ്രസ്. അത്രയും കാര്യം പ്രസ്സുകളിലൊക്കെ അച്ചടിച്ച് വരുന്നത് എന്താണോ, പത്രങ്ങളിലൊക്കെ വരുന്ന കാര്യം എന്താണെന്ന് മേ ബി കറക്റ്റായിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ ആയിരിക്കാം. അത് അതേപടി വിഴുങ്ങാനായിരുന്നു ജനങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. റേഡിയോ ഷോസ് ദം ടു each other in their most vivid form and mainly from their amicable side. പക്ഷെ അതേസമയം ഇത്തരത്തിൽ റേഡിയോ പോലെയുള്ള മാസ് മീഡിയകൾ എന്തിനു സഹായിച്ചു? എന്താണ് സത്യം എന്ന് നമ്മളിലേക്ക് അതിൻ്റെ യഥാർത്ഥ ഭംഗിയോടുകൂടി അതിൻ്റെ യഥാർത്ഥ ആകൃതിയും ഷേപ്പോടുകൂടി നമ്മളിലേക്ക് എത്തിക്കാനാണ് സഹായിച്ചിട്ടുള്ളത്. Thus it will contribute to end the feeling of bilateral strangeness which so easily turns to mistrust and hostility. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫൈനലി നമ്മളത് എവിടേക്കാണ് എത്തുന്നത്? ഒരു മിസ്ട്രസ്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി, നമുക്കൊരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഒരു എല്ലാവരോടും മേ ബി നമ്മൾ വായിക്കുന്ന പർട്ടിക്കുലർ പത്രത്തിലോ അല്ലെങ്കിൽ ആ ഒരു എഴുത്തിലോ ആരോടാണോ വിദ്വേഷം ജനിപ്പിക്കുന്നത് ആ വ്യക്തിയോട് നമുക്കൊരു ദേഷ്യമോ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാം. കാരണം അവർ പറയുന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കാൻ റേഡിയോയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. With this attitude, look at the results of the creation which this exhibition offers the astonished senses of the visitors. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ പറയുന്ന എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണ് ഇത് സ്പീച്ച് നടക്കുന്നത്. അപ്പോൾ ഈ എക്സിബിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസ്റ്റോണിഷ്ഡ് സീൻസ് ഓഫ് ദി വിസിറ്റേഴ്സ്, നമുക്ക് ഒരുപാട് വളരെ അസ്റ്റോണിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ സെൻസസിനെ നമുക്ക് ഉണർത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ വിസിറ്റേഴ്സിന് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള രീതിക്ക് ആ ഒരു എന്താ പറയുക എക്സിബിഷനെ കുറിച്ചൊരു ലാസ്റ്റ് ലൈൻ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ സെക്ഷൻ എൻഡ് ചെയ്യുന്നത്.